നിർത്ത് 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 വണ്ടി നിർത്ത്. ലോറി നിർത്ത്, ലോറി നിർത്ത്. അമ്മേ, എന്താ 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 കാര്യം? ഈ ലോഡ് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അയ്യോ, ഈ ലോഡ് ഇവിടുന്ന് കൊണ്ടുപോകാൻ ഈ സാറ് സമ്മതിക്കില്ലെന്ന്. എന്താ എന്നെ പ്രശ്നം? മുതലാളിക്ക് എന്നെ പരിചയമില്ല. ഞാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. ഓ, എന്താ എന്റെ പേര്? എന്റെ പേര് മാധവൻ. നിങ്ങൾ കണ്ണൻ മുതലാളിയുടെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടില്ലേ? അത് തിരിച്ചു കൊടുത്താലേ തടിയും കൊണ്ട് ഇവിടുന്ന് പോകും. പാർട്ടി തീരുമാനമാണോ സഖാവേ? അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ടടാ. കണ്ണന്റെ നക്കാപ്പിച്ചയും പറ്റി അവന്റെ വാലാട്ടിപ്പട്ടികളെ പോലെ എന്ന് ഗുണ്ടായിസം പറയുന്ന നീയൊക്കെയാണോടാ നെട്ടൂരാനോട് പാർട്ടിയെ പറ്റി സംസാരിക്കുന്നത്? താൻ ആരാണെന്നാണ് തന്റെ വിചാരം? പണ്ടെങ്ങോ പാർട്ടി കുറെ സിന്ദാബാദ് വിളിച്ചതിന്റെ പേരിൽ പാർട്ടിയെ തൊഴിലാളികളെ വഞ്ചിച്ച് കുറെ കള്ളക്കാശം ഉണ്ടാക്കിയെന്നല്ലാതെ തനിക്ക് എന്തോന്നാണ് പാർട്ടിയുള്ള ബന്ധം? പണ്ടെങ്ങോ സിന്ദാബാദ് വിളിച്ചെന്നോ? എടാ, എന്നെ പോലുള്ളവർ വിളിച്ച സിന്ദാബാദ് പാഴായി പോകാത്തോണ്ടാ നീയൊക്കെ സഖാവ് ജമഞ്ഞ് നടക്കുന്നത്. ലേലം പിടിക്കാൻ അറിയാമെങ്കിലേ ഇവിടുന്ന് തടി കൊണ്ടുപോകാനും നെട്ടൂരാൻ അറിയാമെന്ന് നിന്റെ കണ്ണൻ മുതലാളിയോട് പറഞ്ഞേക്ക്. വണ്ടി എടുക്ക. ദിവാര, വണ്ടി എടുക്ക. ഈ കുഴിയാനെ ഒന്ന് തളയ്ക്ക്. വിട്ടോ, മാറി നിൽക്ക് കുഞ്ഞുങ്ങളെ. വണ്ടി കടവയ്ക്കല്ലേ. പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടേ. എന്റെ മണ്ഡലത്തിലെ ലോക്കൽ കമ്മിറ്റി സഖാവിനെയാണ് നെട്ടൂരാനും ഗുണ്ടകളും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. ഒരു തർക്കത്തിന് മധ്യസ്ഥ പറയാനാണ് സഖാവ് മാധവൻ അവിടെ ചെന്നത്. എന്ത് തർക്കം? നെട്ടൂരാൻ കോൺട്രാക്ടർ കണ്ണൻ സാറിന്റെ കയ്യിൽ നിന്നും 5 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്. അത് നിൽക്കട്ടെ, ഈ പറയുന്നത് പാർട്ടിയുടെ കാര്യമല്ല. പാർട്ടിയുടെ കാര്യമാണ്. കണ്ണൻ പാർട്ടി അനുഭാവിയും നെട്ടൂരാൻ പാർട്ടി മെമ്പറുമാണ്. ഇതിനു മുൻപും നെട്ടൂരാൻ കണ്ണന്റെ വീട്ടിൽ കയറി ചീത്ത വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി കണ്ണൻ എന്നോട് പരാതിപ്പെട്ടിട്ടുണ്ട്. പരാതിപ്പെടേണ്ടത് പോലീസ് സ്റ്റേഷനിലാണ്, അല്ലാതെ പോലീസ് മന്ത്രിയോടല്ല. സഖാക്കളെ, നെട്ടൂരാൻ ഒരു സഖാവിനെ കയ്യേറ്റം ചെയ്തത് തെറ്റ് തന്നെയാണ്. കണ്ണനെ പാർട്ടിയുടെ ഒരു അനുഭാവിയായി പൊക്കി കാണിക്കാൻ ഇവിടെ ചിലർ ശ്രമിച്ചതുകൊണ്ട് എനിക്കും ചിലത് പറയാനുണ്ട്. പാർട്ടിയിലെ ചില സഖാക്കളുടെ പിൻബലത്തോടെ കണ്ണൻ നെട്ടൂരാനെ പലതരത്തിലും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതായി എനിക്കറിയാം. കൂപ്പുലേലത്തിൽ നിന്നും പിന്തിരിയാൻ നെട്ടൂരാൻ 5 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തിട്ട് റവന്യൂ എൻഫോഴ്സ്മെന്റിൽ നെട്ടൂരാന്റെ വീട്ടിൽ കള്ളപ്പണവരിപ്പുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്ത് അയാളെ കൊടുക്കാൻ നോക്കി ഈ കണ്ണൻ. പച്ച കള്ളമാണ് മിനിസ്റ്റർ പറയുന്നത്. നിങ്ങളുടെ തോന്നിവാസത്തിന് കൂട്ടു നിൽക്കുന്ന ഒരുത്തനെ പിടിച്ച് മുതലാളിയാക്കി കള്ളക്കാശിന്റെ അഹങ്കാരത്തിൽ അവൻ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളെയൊക്കെ ന്യായീകരിച്ച് സംസാരിക്കാൻ മിനിസ്റ്റർക്ക് നാണമല്ലേ? നോ, മിനിസ്റ്റർ സേതുലക്ഷ്മി അല്ലെങ്കിൽ സഖാവ് സേതുലക്ഷ്മി, ഞാൻ നിങ്ങളെ മിനിസ്റ്റർ എന്നാണ് സംബോധന ചെയ്തത്. നെട്ടൂരാനെ സസ്പെൻഡ് ചെയ്യണം പോറ്റി സാർ. പാർട്ടി ഡിസിപ്ലിന്റെ ആവശ്യമാണ്. സസ്പെൻഷൻ അല്ല, ഡിസ്മിസ് ചെയ്യണം. അതെ, ഡിസ്മിസ് ചെയ്യണം. എന്തിനാ മുതലാളിമാർ നമ്മുടെ പാർട്ടിക്ക്? പോറ്റി സാർ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഏതായാലും ഈ പോക്ക് പാർട്ടിയുടെ ഐക്യത്തിന് യോജിച്ചതല്ല. നെട്ടൂരാനെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. നെട്ടൂരാനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക. നെട്ടൂരാന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. ഇതൊരു കള്ളക്കടത്ത് കൊട്ടയാണ്. എന്നെ പോലൊരു തൊഴിലാളിയെ കയ്യേറ്റം ചെയ്ത മുതലാളി നെട്ടൂരാന്റെ നട്ടല്ലൊഴിച്ച് എന്റെ കാൽക്കൽ കൊണ്ടിടാൻ കഴിവില്ലാഞ്ഞിട്ടല്ല ഈ പ്രതിഷേധ യോഗത്തിലൂടെ പാർട്ടി ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത്. ഒരു താക്കീതിലൂടെ ഒതുക്കാവുന്ന ഗുണ്ടായിസമേ ഈ മുതലാളി ശുംഭന്റെ കയ്യിലുള്ളൂ. ഇവനെന്നാ മുതലാളിയായിട്ടെന്ന് എല്ലാവർക്കും അറിയാം. മേടയിലിട്ടിച്ചെന്ന നല്ലവനായ ഒരു മനുഷ്യന്റെ ബാല്യക്കാരായി നിന്ന് അവിടുത്തെ പഴങ്കഞ്ഞി കുഴിച്ച് ആ മുറ്റ തന്തി ഉറങ്ങി സഖാവ് ചമഞ്ഞ് ഇട്ടിച്ചന്റെ ഒരേ ഒരു മകൾ അന്നമ്മയും കൊണ്ട് ഒളിച്ചോടിയ ഭീരുവാണ് ഇന്നത്തെ നെട്ടൂരാൻ മുതലാളി. ഇയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് പോലും. പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇയാളുടെ മറ്റൊരു അവകാശവാദം. വളരെ ശരിയാണ്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒളിവിലെ സഖാവായി പാവപ്പെട്ട കർഷക കുടിലുകളിൽ കയറിപ്പറ്റി ഒരുപാട് അവിഹിത ഗർഭങ്ങൾ ഉണ്ടാക്കി ഒരുപറ്റം അനാഥ കുഞ്ഞുങ്ങളെ പട്ടിണി കിടക്കാൻ പറച്ചുവിട്ടിട്ടുണ്ട് ഇയാൾ. പേ പിടിച്ചവരെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ? പറ്റില്ല. ഒറ്റ മാർഗമേ ഉള്ളൂ, പേപ്പറ്റിയെ പറ്റുന്നതുപോലെ തല്ലിക്കൊല്ലണം. ഈ ദേവകിയമ്മ നിങ്ങളാണോ? ആന്നേ. നിങ്ങൾ മാധവന്റെ ആരാ? തള്ളയാന്നേ. ഇപ്പൊ എത്ര ദിവസമായി അവനെ കാണാതായിട്ട്? ഇന്നേക്ക് 2 ദിവസമായി. നിങ്ങളോട് പറയാതെ അവൻ എവിടെയെങ്കിലും പോവാറുണ്ടോ? പറയാതെ പോവാറുള്ളൂ. പക്ഷെ രാത്രി എത്ര ഇരുട്ടിയാലും വീട്ടിലെത്തും. അങ്ങനെയാണെങ്കിൽ രാത്രി വീട്ടിലെത്തായിരുന്നപ്പോ അത് നേരത്തെ വന്ന് അറിയിക്കാത്ത എന്താ നിങ്ങളെ? പാർട്ടിന്നും പറഞ്ഞു പോകുമ്പോ ചിലപ്പോ ഒരു ദിവസം കഴിഞ്ഞൊക്കെ വീട്ടിലെത്താറുള്ളൂ. വരത്തില്ലെങ്കിൽ ആ വിവരം ആരോടെങ്കിലും പറഞ്ഞയക്കും. അതാ ഒരു ദിവസം കാത്തത്. ഇന്ന് കാലത്ത് ഈ കൊച്ചന്മാര് വന്ന് പറഞ്ഞപ്പോഴാ ഞാൻ കാര്യങ്ങൾ
എന്ത് കാര്യങ്ങള്? ഒരു വിരളി പിടിച്ച കൊച്ചനാ സാറേ. ആരെങ്കിലും ഒന്ന് തിരുക്കി വിട്ടാ മതി, അതിന്റെ പുറകെ വഴക്കും വക്കാണുമായിട്ട് പോകും. കൂപ്പിൽ ഒരു മുതലാളിയുമായിട്ട് വഴക്കിട്ടെന്നും ഇവന്മാരെല്ലാം കൂടെ മീറ്റിംഗ് കൂടി അങ്ങേരെ ചീത്ത വിളിച്ചു നോക്കിയാ പറയുന്നത്. ചീത്തയൊന്നും വിളിച്ചില്ല സാർ. കൂപ്പിൽ വെച്ച് നെട്ടൂരാൻ മുതലാളി സഖാവ് മാധവനെ അടിച്ചു. അതിൽ പ്രതിഷേധിക്കാൻ കൂടിയ യോഗത്തിൽ സഖാവ് മാധവൻ നെട്ടൂരാനെതിരെ ശക്തിയായി പ്രസംഗിച്ചു. അതിനുശേഷം മാധവനെ കാണാതായത്. എസ് ഐ, ഞാൻ കോൺട്രാക്ടർ കണ്ണനാ. നമസ്കാരം. ഉണ്ട് സർ, ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസമായി അയാളെ കാണാതായിട്ട്. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാ. പാർട്ടിയിൽ ഇപ്പോൾ അത് പരസ്യമായിട്ടില്ല. അറിയാം, ഉടനെ അന്വേഷിക്കാം സാർ. ഞാൻ വേണേ മിനിസ്റ്ററെ വിളിച്ചു പറയാം. നോ, ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനി എക്സ്പ്ലനേഷൻ. ഒരു പാർട്ടി പ്രവർത്തകനെയാണ് കാണാതായിരിക്കുന്നത് 2 ദിവസമായിട്ട്. ഇന്ന് രാവിലെയാണ് അവർ സ്റ്റേഷനിൽ പരാതിപ്പെട്ടത്. ഞാൻ അന്വേഷിച്ചു. എന്ത് അന്വേഷിച്ചു എന്നാ നിങ്ങൾ ഈ പറയുന്നത്? പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി എടുത്തു എന്നാ ഞാൻ ചോദിച്ചത്. എല്ലാ സ്റ്റേഷനിലും മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട്. സ്റ്റുപ്പിഡ്. കാണാതായ ഒരുത്തൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഹാജരാകണോ? ഐ എം സോറി മാഡം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാർട്ടിയിൽ തന്നെ ഒരു VIP-യുടെ പേരിലെ ആരോപണം. പാർട്ടിയിലെ VIP-യോ? താനാരാ? IG-യോ പോലീസോ പാർട്ടി സെക്രട്ടറിയോ? 24 മണിക്കൂറിനുള്ളിൽ കാണാതായ ആളെ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കണം. ദാറ്റ്സ് ആൻ ഓർഡർ. യു ക്യാൻ ഗോ. മിസ്റ്റർ നെട്ടൂരാൻ ഒരു അറസ്റ്റ് വാറന്റുണ്ട്. മാധവൻ എന്നൊരാളെ കാണാതായ കേസിൽ മിസ്റ്റർ നെട്ടൂരാനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനുള്ള മജിസ്ട്രേറ്റ് വാറന്റ് അത്. വിലങ്ങ് വെക്കണ്ടായോ? ഞങ്ങളോട് ചൂടായിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് എങ്ങനെ ഡ്യൂട്ടി ചെയ്യണം. സാറ് സഹകരിക്കണം. പറഞ്ഞോ. സാർ ഇവിടെ കയറാം. കുറ്റവാളികൾ പുറകിലേ ഇരിക്കാറുള്ളൂ. ഞാനും കൂടെ. വേണ്ടുണ്ട് തന്നെ. അന്നമ്മ വരുമ്പോ ഞാൻ പുറത്തു പോയിന്ന് മാത്രം പറഞ്ഞാൽ മതി. സാർ അഡ്വക്കേറ്റിനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഇവിടുന്ന് ജാമ്യം എടുത്ത് വീട്ടിൽ പോവാം. ഇവിടെ ഇരുന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. ബുദ്ധിമുട്ടിക്കാനല്ലേ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? ജാമ്യം എടുത്ത് ഞാൻ വീട്ടിലോട്ട് ചെന്നാ ജാമ്യമില്ലാത്ത വാറണ്ടുമായിട്ട് വന്ന് പിന്നെയും നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടിരുത്താമല്ലോ. ഏതായാലും ഒരു തീരുമാനമാവട്ടെ. എന്താണ് നെട്ടൂരാന്റെ പേരിലുള്ള ചാർജ്? സാർ, ഐ ആം ആസ്കിംഗ് യു വാട്ട് ഇസ് ദ ചാർജ് അഗൈൻസ്റ്റ് ഹിം? എൻക്വയറി. വാട്ട് എൻക്വയറി? മാന്യമായിട്ട് ജീവിക്കുന്നവർക്കെതിരെ പോലീസ് എൻക്വയറി. ദിസ് ഇസ് എ കേസ് ഓഫ് ഡെലിബറേറ്റ് ക്യാരക്ടർ അസാസിനേഷൻ. യു നോ ദാറ്റ്? സാർ, ഓർഡർ ഉണ്ട്. എന്ത് ഓർഡർ? ദിസ് ഇസ് മൈ ഓർഡർ. റിലീസ് ഹിം ഇമ്മീഡിയറ്റ്ലി. ജാമ്യം എടുക്കാൻ അഡ്വക്കേറ്റ് ഉണ്ട്. കണ്ണാ, നെട്ടൂരാനാണ്ടോ? മാധവൻ എവിടെ? ഏത് മാധവൻ? മാധവൻ എവിടെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന്. ആസേ, ഒഴിക്കടാ പെട്രോള്. നിനക്കറിയാം നീയാ മാധവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. കത്തിച്ച് ചാമ്പലാക്കി കളയാൻ പറടാ, പറയാൻ. இருக்கண்ணே, സാഹിബേ, നെട്ടൂരാനാണ്ടോ? സലാം മുതലാളി. എന്തെല്ലാം മുതലാളി? സുഖം തന്നെ. സാഹിബേ, താൻ കസ്റ്റഡിയെ വെച്ചിരിക്കുന്ന ആളെ ഇറക്കി വിട്. കസ്റ്റഡിയോ? എന്ത് കസ്റ്റഡി? മാധവൻ എന്നൊരാളെ താൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അയാൾ എനിക്ക് കൊണ്ടുപോകണം. മാധവനോ?
വിളച്ചിലെടുക്കാതെ സായിപ്പേ. അവനെ ഇങ്ങോട്ട് ഇറക്കി വിട്. വെളച്ചിലോ? മുതലാളി പോ, ഇത് തുറയാണ്. മുതലാളിത്തം ഇവിടെ ചെലവായില്ല. പറ. ഹസേ, സായിപ്പേ, മാധവനെ ഇറക്കി വിട്. കണ്ണമുതലാളി, കൊടുത്ത കാശിന് കൂറുള്ളവന് സായിപ്പ്. നീ തന്നെ പറ, മാധവനെ ഇറക്കി വിടാൻ. മാധവ, ഇറങ്ങി വാ. നിന്നെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകൂ. ഹസി, സാഹിബേ, തുറയിലെ കളി നീ എന്നെ പഠിപ്പിക്കില്ലേ? നിനക്കറിയാൻ പാടില്ലാത്ത കളി ഞാൻ നിന്നെ പഠിപ്പിക്കുവേ. ആ, പയ്യ നെട്ടൂരാനെ, എത്ര നാൾ ഈ രാഷ്ട്രീയ പുതപ്പിൽ എനിക്ക് ഞാനല്ലാതെ കഴിയാൻ പറ്റും? ഒരു മനുഷ്യനല്ലേടോ ഞാൻ. ഡി.കെ., തന്റെ യുദ്ധക്കളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി മരിക്കുന്നത് താൻ തന്നെ. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം. തനിക്കും സേതുവിനും ഇനി ഒരുമിച്ച് കഴിഞ്ഞൂടെ? എന്തോന്ന് വിട്ടുവീഴ്ച? ഞാൻ എന്ത് ചെയ്യണമെന്നാ താൻ പറയുന്നത്? എന്റെ ഭാര്യയെ സേതുന്ന് വിളിച്ചപ്പോ എന്തോന്ന് വിളി കേൾക്കുന്നതിനു പകരം മിനിസ്റ്റർ സേതുലക്ഷ്മി എന്നോ സഖാവ് സേതുലക്ഷ്മി എന്നോ വിളിക്കണമെന്ന അഹങ്കാരമാണ് അവൾ എന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞത്. അത് പറയരുത്. ഒരു കമ്മിറ്റി കൂടുമ്പോഴത്. താനൊരു കാര്യം മനസ്സിലാക്കണം ഡി.കെ., താനും സേതുലക്ഷ്മിയും പാർട്ടിയിലെ 2 സീനിയർ സഹാക്കളാണ്. പാർട്ടി എടുത്തു തന്ന മാലയിട്ടാണ് നിങ്ങൾ ഭാര്യയും ഭർത്താവുമായത്. അതെ, പാർട്ടി എടുത്തു തന്നേ ഉള്ളൂ. മാലയിട്ട് സ്വീകരിച്ചത് ഞാനാ. പൂമാലയിട്ട് സ്വീകരിച്ചതിന്റെ പേരിൽ പൂക്കടക്കാരന്റെ സ്വന്തം ആവോടോ ഭാര്യ? എന്റെ ഭാര്യ ആയിരിക്കണം. താൻ ഭാഗ്യവാനാടോ. ഈ വീട്ടിൽ അന്നമ്മൂന്ന് വിളിക്കുമ്പോ വിളി കേൾക്കാൻ ഒരു ഭാര്യയും പടിയിലിരുത്തി കൊഞ്ചിക്കാൻ ഒരു മകനുമുണ്ട്. എനിക്കുണ്ടൊരു ഭാര്യ, എന്നേക്കാൾ വലിയ ഭാര്യ. മോനുണ്ട്. അവന്റെ അപ്പനായി
അവനെ കുഞ്ചിക്കാൻ എനിക്ക് കഴിയുന്നില്ലടോ. അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണല്ലോ DK. എന്നെ സ്നേഹിക്കാൻ ഒരു ഭാര്യയും എനിക്ക് താലോലിക്കാൻ ഒരു കുഞ്ഞും ഈ വീട്ടിലുണ്ട്. അവർക്ക് കഴിയാൻ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശും. പക്ഷെ എന്റെ ദുഃഖം തനിക്കറിയാമോ DK? എന്റെ അന്നമ്മയെ സ്നേഹിക്കുന്ന പോലെ ഞാൻ എന്റെ പാർട്ടിയെ സ്നേഹിച്ചു. എന്റെ കുഞ്ഞിനെ താലോലിക്കുന്ന പോലെ പാർട്ടി ദർശനങ്ങളെ പട്ടിണിയിലും ഞാൻ താലോലിച്ചു. ഇന്നിപ്പം നെട്ടൂരാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല, വെറും ബൂർഷ മുതലാളി, പാർട്ടിയെ സ്വാധീനിച്ച് കള്ളക്കാശുണ്ടാക്കിയ മുതലാളി. DK, തനിക്ക് പറയാൻ പറ്റുമോ തന്റെ പേര് ഉപയോഗിച്ച് തന്നെ സ്വാധീനിച്ച് ഞാൻ ഒരു ഒറ്റ രൂപ ഉണ്ടാക്കിയെന്ന്? താനും കൂടെ പറഞ്ഞിട്ടല്ലേ പാർട്ടിയിൽ നിന്ന് ലീവ് എടുത്ത് ഞാൻ ബിസിനസ് ചെയ്യാൻ പോയത്? എന്റെ അന്നമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ കാശില്ലാതെ റോഡിൽ നിന്ന് കരഞ്ഞ മനസ്സുമായി ഞാൻ ചവിട്ടിയ സൈക്കിളാണോ എന്നെ ഇവിടം വരെ എത്തിച്ചത്. ഈ വീടും ഞാനും എന്റെ ജോലിക്കാരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് വലുതാക്കിയ ഒരു പ്രസ്ഥാനവും. എന്റെ ജോലിക്കാർ നല്ല ശമ്പളം വാങ്ങുന്നു, നല്ല ആഹാരം കഴിക്കുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു. അവരുടെ ആത്മാർത്ഥയിൽ ഈ പ്രസ്ഥാനം വലുതായി പോയത് തെറ്റാണെന്നാണോ പാർട്ടി പറയുന്നത്? പാർട്ടി അല്ലല്ലോ നെട്ടൂരാനെ പറയുന്നത്, പാർട്ടിക്കാരല്ലേ. പാർട്ടിക്കാർ തന്നെ തള്ളിപ്പറഞ്ഞ നിമിഷം തൊട്ട് അറിയാതെയെങ്കിലും മനസ്സുകൊണ്ട് പാർട്ടിയിൽ ഞാനൊരു ഒറ്റയാനായി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ. തന്നെ വീട്ടുകാര് വിട്ടപ്പോ എന്നെ പാർട്ടിക്കാര് വിട്ടു. ഇറങ്ങട്ടോ, നാളെ രാവിലെ ഒരു കല്ലിടിയിലുണ്ട് ആലുവായിൽ. മിനിസ്റ്റർ സേതുലക്ഷ്മിയും ടൂറില. അവർ നീലേശ്വരത്ത് പോലീസ് സ്റ്റേഷന് കല്ലിടുന്നു. ഭർത്താവ് മുനിസിപ്പൽ മാർക്കറ്റിന്. കുടുംബത്തിന് അടിത്തറയില്ലാത്തവർ എവിടെ കല്ലിട്ടിട്ട് എന്ത് കാര്യമാണോ? ഹലോ തമ്പി, ഞാൻ എന്താ സാർ? മിനിസ്റ്ററുടെ വണ്ടി ആക്സിഡന്റ് ആയി. അയ്യോ, ഇപ്പോഴാണ് എനിക്ക് മെസ്സേജ് കിട്ടിയത്. കളമശ്ശേരിക്ക് അപ്പുറം മിനിസ്റ്റർ പോലും സീരിയസ് ആണ്. മിനിസ്റ്ററെ കൊണ്ട് ആംബുലൻസ് അവിടെ തിരിച്ചു കഴിഞ്ഞു. തമ്പി ഉടനെ തന്നെ മെഡിക്കൽ കോളേജിൽ പോയി വേണ്ട ഏർപ്പാട് ചെയ്യണം. ഞാൻ ഉടനെ എത്തും. യെസ് സർ. മിസ്റ്റർ നെട്ടൂരാനെ അകത്ത് വിളിക്കുന്നു. ഇരിക്കെ. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മിനിസ്റ്റർ സേതു എത്താൻ സമയം കഴിഞ്ഞല്ലോ തമ്പി. പുറപ്പെട്ടിട്ടുണ്ട് സാർ. ഭയങ്കര വേദനയുണ്ടോ? കണ്ണടച്ച അങ്ങീരിട്ടിലോട്ട് പോവാൻ തോന്നും. കുടിക്കാൻ എന്തെങ്കിലും തരട്ടെ? വേണ്ട. ഇന്നലെ നമ്മൾ ഒരുപാട് സംസാരിച്ചു ഇല്ലേ? അതിന്റെ ഒരു ആശ്വാസമുണ്ട് എനിക്ക്. ഇവിടെ ഇങ്ങനെ മലന്ന് കിടന്ന് മുകളിലോട്ട് നോക്കുമ്പോ എനിക്ക് താൻ മാത്രമേ ഉള്ളൂ നെട്ടൂരാനെ. DK, മിനിസ്റ്റർ സേതുവാണോ സഖാവ് സേതുവാണോ? നിന്നെ ഞാൻ സ്നേഹിച്ചതുപോലെ നിനക്ക് എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ സേതു. അങ്ങനൊന്നും എന്നോട് പറയരുത്. എന്നോട് ക്ഷമിക്കണേ.
ഞാൻ ഇനി ചേട്ടനെ വിട്ട് ഒരിടത്തും പോവില്ല, ഒരിടത്തും പോവില്ല. ഞാൻ ആഗ്രഹിച്ചപ്പോഴൊന്നും നീ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഈ മുറിയിൽ എന്റെ ഈ അവസ്ഥയിൽ നിന്നെ കാണുന്ന എനിക്ക് ഇഷ്ടമല്ല. എന്നോട് അങ്ങനൊന്നും പറയരുത്. മാഡം, മാഡം പ്ലീസ്. എന്താ? പൊയ്ക്കോളാൻ പറഞ്ഞു എന്നോട്. ഞാൻ കൂടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞു. സാരമില്ല സേതു, പിണക്കം കാണിക്കുകയാണ്. സേതുവിന് അയാളുടെ സ്വഭാവം അറിയില്ലേ? എന്നമ്മേ വിളിച്ചോണ്ടോ. സാറിനെ വിളിക്കുന്നു. എന്താ ടി കെ? സേതു പോയോ? ഇല്ല, പുറത്തുണ്ട്. എനിക്ക് അവനെ ഒന്ന് കാണണോടോ. ആരെ? എനിക്ക് അവനെ ഒന്ന് കാണണോടോ. സ്റ്റെല്ല? വേണ്ട. മോനെ അടുത്തോട്ടല്ലേ? എന്താ മോനെ? മോന്റെ പരീക്ഷ കഴിഞ്ഞു. മോന് എന്നെ അറിയാമോ? ആരാ? പറയടാ. ഞാൻ നിന്റെ അപ്പച്ചനാടാ. അപ്പച്ചനോട് മോൻ എന്തെങ്കിലും സംസാരിക്കേ. എനിക്കെന്റെ വീട്ടിൽ പോണം. നെട്ടൂരാനെ, കുറച്ച് രൂപ വേണം. മോനെ ഇഷ്ടമുള്ളത് വാങ്ങിച്ചു. വാങ്ങിക്കും മോനെ. നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് വാങ്ങിക്കണം മോൻ. അവനെ കൊണ്ട് വിട്ടേരുന്നിട്ടുരാനെ. വാ. ഇവിടെ തന്നെ മോനെ കൊണ്ടുവിട്ടേക്ക്. മോന്റെ പേരെന്താ? ആന്റണി. ആന്റണി! നെട്ടൂരാനെ, എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ എന്റെ മോനെ താൻ പൊന്നുപോലെ നോക്കണം. ഇങ്ങനെയൊന്നും പറയാതെടോ. തനിക്കൊന്നും പറ്റത്തില്ല. പറ്റാൻ ഞാൻ സമ്മതിക്കല്ലടോ. ഈ വേദന സഹിക്കാൻ വയ്യടോ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടി കെ? ഇതിനേക്കാൾ വലിയ വേദനകളുടെ മുമ്പിൽ നമ്മൾ തോറ്റു കൊടുത്തിട്ടില്ല. ഇവിടെ താൻ തോക്കരുത് ടി കെ. താൻ തോക്കുന്നത് നെട്ടൂരാൻ സഹിക്കാൻ പറ്റത്തില്ലടോ. പേടിയുണ്ടോ സഖാവേ? ഒരു തീപ്പെട്ടി എടുക്കാൻ. തീപ്പെട്ടി ഉണ്ടോ സഖാവേ? ഒരു നെട്ടൂരാനെ,
കെ നെട്ടൂരാനാണോ? സഖാക്കളെല്ലാം ആചാരം കഴിഞ്ഞു പോയി. ഞാൻ ഒറ്റയ്ക്കല്ല, കൂടെ ഒരു കൊച്ചു സഖാവുമുണ്ട്, തന്റെ മോൻ. അവനെല്ലാം മനസ്സിലായിരിക്കുന്നു. അച്ഛന്റെ മടിയിലെ ചൂട് കിട്ടാതെ പോയ ഈ കുഞ്ഞ് ഒരു കമ്മ്യൂണിസ്റ്റ് ആവും. ആകട്ടെ, അല്ലേടോ? താനും ഞാനും സ്വപ്നം കണ്ട ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ ഇവനായി തീരട്ടെ, അല്ലേ ഡി കെ? ലാൽ സലാം ഡി കെ.